തിടുക്കം കാണിച്ചാൽ അത്ഭുതം നടക്കത്തില്ല. തിടുക്കം. ദൈവം എപ്പോഴും തന്റെ സമയത്തെ അത്ഭുതങ്ങൾ നടത്തത്തുള്ളൂ. നമുക്ക് ചിലപ്പം തോന്നും ലേറ്റായ. എനിക്കൊരു കാര്യം എന്റെ ആയുസ് കൊണ്ട് ഞാൻ പഠിച്ചു, ദൈവം ഒട്ടും താമസിക്കത്തില്ല, ഒട്ടും നേരത്തെ വരത്തില്ല. ദൈവത്തിന്റെ സമയങ്ങൾ കറക്റ്റ് ആയിരിക്കും. ഈ യോസഫിനെ പിടിച്ച് കിണറ്റിയിടുന്നുണ്ട്. കിണറ്റിയിട്ട് ആ സമയത്താണ് അതുവഴി ആര് വന്നത്? ഇസ്മായേലിയ കച്ചവടക്കാരോ. അവരിച്ചിരി നേരത്തെ ആണെങ്കിൽ ജോസഫ് അവിടെ ചെല്ലുവോ? ചെല്ലത്തില്ല. ദൈവം താമസിക്കത്തില്ല, ദൈവം നേരത്തെ വരത്തില്ല. ദൈവം താമസിക്കത്തില്ല, ദൈവം നേരത്തെ വരത്തില്ല. അപ്പൊ എപ്പോഴും ഓർത്തോണം, എന്റെ പൊന്നു സഹോദര, നിന്റെ അത്ഭുതം താമസിച്ചിട്ടില്ല, നിന്റെ വിടുതൽ താമസിച്ചിട്ടില്ല. നമ്മളാണ് താമസിച്ചെന്ന് ചിന്തിക്കുക. ആരെ പ്രിപ്പയർ ചെയ്യാനാ? നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന എല്ലാ താമസങ്ങൾക്കായി നന്ദി പറയാം. ഒരു പക്ഷേ ഈ 50 വീതം ഇരുത്തുന്നതിനൊരു കാര്യം കാണും. നല്ലപോലെ വിശക്കുമ്പോഴേ ഭക്ഷണത്തിന് രുചിയുണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആ അത്ഭുതങ്ങൾ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി താമസമൊക്കെ വരണം. താമസം വരുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തോട് കരയും. അങ്ങനെ വർഷങ്ങൾ കരഞ്ഞും ഉരുകിയും ദൈവസന്നിധിയിൽ ഹൃദയം പകരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കായി